ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ഒരു മധുരപലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതിനായിട്ടുള്ള പഞ്ചസാരയാണ് പൊടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരു മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 3 ഏലക്കായുടെ തൊണ്ടൊക്കെ കളഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ തന്നെ പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനിയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം റിഫൈൻഡ് ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നെയ്യും റിഫൈൻഡ് ഓയിലും പകുതി പകുതിയായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഗോതമ്പ് പൊടി നല്ല പോലെ തന്നെ നെയ്യിൽ ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത നെയ്യൊക്കെ അബ്സോർബായി ഒന്ന് കട്ടിയായിട്ട് വരും. വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് വീണ്ടും നെയ്യൊക്കെ റിലീസ് ചെയ്ത് തുടങ്ങും. ഇപ്പോൾ ഏകദേശം 5-6 മിനിറ്റായി ഞാനിത് വറുത്തെടുക്കാൻ തുടങ്ങിയിട്ട്. ഇത് നെയ്യൊക്കെ ചെറുതായിട്ട് റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഏകദേശം 10 മുതൽ 12 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് നെയ്യൊക്കെ റിലീസ് ചെയ്ത് വരും. ചെറുതായിട്ട് കളറൊന്ന് മാറി വന്നാൽ മതി. ആ ഒരു സമയമാകുമ്പോഴേക്കും ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ലൊരു മണം വരും. ഇപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം വെച്ചാൽ മതിയാകും. പാന് നല്ല ചൂടായിരിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പാകത്തിനാണ് നമ്മളുടെ കൂട്ടിരിക്കുക. ചെറിയ ചൂടുണ്ട്, ഒരുപാട് ചൂട് മാറേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർക്കുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ചൂടിൽ തന്നെ ആ ഒരു പാൽപ്പൊടിയൊക്കെ അത്യാവശ്യം വെന്ത് വന്നോളും. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യമേ മുഴുവൻ ചേർക്കാതെ കുറച്ച് കുറച്ചായി ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് ചേർക്കുക, നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം വീണ്ടും അടുത്തൊരു ബാച്ചും കൂടെ ചേർക്കുക. അങ്ങനെ മുഴുവനായിട്ടും തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്കിതിൽ പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. സെയിം രീതിക്ക് തന്നെ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ കുറച്ച് കുറച്ചായി ചേർത്ത് ഞാനിവിടെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര മുഴുവനായിട്ടും ചേർത്ത് നല്ല പോലെ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമ്മളുടെ കൂട്ട് ഇരിക്കുക. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രം ഒന്ന് നെയ്യ് തടവി എടുക്കണം. ഇതുപോലെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ലൈൻ ചെയ്തോളൂ. ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഒന്ന് നെയ്യ് തടവി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ സ്പാറ്റിൽ ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് തടവി വെച്ച സ്പൂൺ ഉപയോഗിച്ചോ നന്നായിട്ട് തന്നെ ലെവൽ ചെയ്തെടുക്കാം. ഈസി ആയിട്ട് നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് നട്ട്സും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഏത് നട്ട്സാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം വീണ്ടും ഇതൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. ആ ഒരു നട്ട്സൊക്കെ നല്ലപോലെ തന്നെ പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുന്നത്. ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പുറമേ വെച്ചിരുന്ന 2 മണിക്കൂറൊക്കെ എടുക്കുമ്പോഴേക്കും ഇത് പാകത്തിന് സെറ്റായി കിട്ടിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നോക്കൂ, നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാനും പറ്റിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് കട്ട് ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അങ്ങനെ ഒരുപാട് ഹാർഡായിട്ടല്ല ഇരിക്കുക. വായിലിട്ടിങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന രീതിക്കാണ് ഈ ഒരു പലഹാരം ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു രീതിക്ക് സ്ക്വയർ ഷേപ്പിലേക്കാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും ഇത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പുറമേ ആ ബദാമൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല കാണാനും ഭംഗിയുണ്ട്. ഞാനിവിടെ ഒരു പീസ് എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള ബർഫിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലും വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ശരിക്കും ഇത് വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ആ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാകുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.